നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി 2025 ജൂലൈ മാസം 4-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മിഥുനമാസം 20-ാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ആഷാഢമാസം 13-ാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:12, അസ്തമയ സമയം വൈകുന്നേരം 6:40. ഉദയാൽപരം തിഥി നവമി തിഥിയാണ്. നവമി തിഥി വെള്ളിയാഴ്ച വൈകുന്നേരം 4:33 വരെ ഉണ്ടായിരിക്കും. ഉദയാൽപരം നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 1:52 അവസാനിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം 4:51. അപ്പോൾ ചിത്ര നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ കന്നിക്കൂറിലും പിന്നീടുള്ള 2 പാദങ്ങൾ തുലാക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയം കൂടി അറിയണം. കാരണം ചിത്ര നക്ഷത്രത്തിൽ ജനിക്കുന്ന പലർക്കും അവർ ഏത് കൂറിലാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയത്തില്ല. അത് അറിഞ്ഞിരിക്കേണ്ട കാര്യം വളരെ അത്യാവശ്യമാണ്. കാരണം അവരുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഏത് കൂറിൽപ്പെട്ടതാണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്രകാരം ഈ 2025 ജൂലൈ മാസം 4-ാം തീയതി ചിത്ര നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഏത് കൂറിൽപ്പെട്ട നക്ഷത്രമാണ് ഈ ചിത്ര നക്ഷത്രം എന്നുള്ളത് വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ സമയം പറഞ്ഞുതരാം. അപ്പോൾ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 1:52 മുതൽ വെള്ളിയാഴ്ച 1:52 AM. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 1:52 എന്ന് പറഞ്ഞാൽ 1:52 PM ആണ്. അത് വെള്ളിയാഴ്ച 1:52 AM ആകുമ്പോൾ വ്യാഴാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള 1:52 എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ സമയം വരെയും ജനിക്കുന്ന കുട്ടികൾ കന്നിക്കൂറിൽപ്പെട്ട ചിത്ര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ വെള്ളിയാഴ്ച 1:52 AM മുതൽ വൈകുന്നേരം 4:51 PM വരെയുള്ള സമയം, ആ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇവിടെ മറ്റൊരു വ്യത്യാസം എടുത്തു പറയാനുള്ളത്, ഈ കന്നിക്കൂറിൽപ്പെട്ട ഈ ചിത്ര നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ കണ്ടകശനിയാണ്, 7-ൽ ശനിയാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 6-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. 6-ൽ ശനി നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റേതായ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. 6-ാം ഭാവത്തിൽ രോഗം, ശത്രുത, കടബാധകളൊക്കെ ഇല്ലാതാക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. 7-ൽ ശനി നിന്നാൽ കണ്ടകശനിയാണ്, കൊണ്ടേ പോവുകയുള്ളെന്നും ജ്യോതിഷം പറയുന്നു. പ്രത്യേകിച്ച് ഈ ചിത്ര നക്ഷത്ര ജാതകരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഈ കന്നിക്കൂറിൽപ്പെട്ട ചിത്ര നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ കണ്ടകശനിയാണല്ലോ. ജ്യോതിഷം പറയുന്നത് ഈ ചിത്ര നക്ഷത്ര ജാതകരുടെ വിവാഹം നടക്കാൻ താമസം വരും, അല്ലെങ്കിൽ ഒന്നുകിൽ നേരത്തെ നടക്കും, അല്ലെങ്കിൽ വളരെ താമസിച്ചായിരിക്കും നടക്കുന്നത്. വിവാഹത്തിന് കാലതാമസം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. വിവാഹം കൊണ്ട് ഇവർക്ക് കാര്യമായ സാമ്പത്തിക നേട്ടം ഉണ്ടാകണമെന്നില്ല. അതായത് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തയച്ചോ അല്ലെങ്കിൽ ഒരു പുരുഷൻ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കൂടി കാര്യമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാകണമെന്നില്ല. എങ്കിലും കുടുംബജീവിതം പൊതുവെ സന്തോഷമായിരിക്കും. സന്താനങ്ങളുടെ ഉയർച്ച മൂലം സന്തോഷിക്കാനൊക്കെ ഇടവരും. പക്ഷെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പുരുഷന്മാരായിട്ടുള്ള ചിത്ര നക്ഷത്ര ജാതകർ അവർ ഭാര്യയെ അംഗീകരിക്കത്തില്ല. ചിത്ര നക്ഷത്ര ജാതകരായിട്ടുള്ള ഭാര്യമാർ പുരുഷന്മാരെ അംഗീകരിക്കണമെന്നില്ല. അങ്ങനെ അതിനാൽ വകവയ്ക്കാത്തത് കൊണ്ട് അതിനാൽ ജീവിതത്തിൽ പലവിധമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെന്ന് ജ്യോതിഷം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അത് കഴിവതും പ്രശ്നങ്ങളൊന്നുമില്ലാതെ, പലരും ചിത്ര നക്ഷത്ര ജാതകർ ജീവിക്കുന്നത് ഒരു നല്ലൊരു സ്നേഹബന്ധത്തിൽ കൂടിയല്ല, ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ കൂടിയൊക്കെയാണ് പലരും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അത് ഈ നക്ഷത്രത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, 7-ാം ഭാവത്തിൽ കന്നിക്കൂറുകാർക്ക് 7-ൽ ശനി നിൽക്കുന്നതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി, സമയദോഷമുള്ള സമയമാണ് എന്നും മനസ്സിലാക്കി വേണം ജീവിക്കാൻ. എല്ലാ കാര്യങ്ങളിലും ഒരു അടുക്കും ചിട്ടയൊക്കെ വരുത്തി, ക്രമീകരണങ്ങളൊക്കെ വരുത്തി ജീവിച്ചു പോകണം. അപ്പോൾ അത് ഞാൻ ഈ സമയത്തൊന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഇതാരെയും കുറ്റപ്പെടുത്തുന്നതല്ല, പരിഹസിക്കുന്നതല്ല, ഒരറിവ് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അങ്ങനെ തന്നെ കാണണം. ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്നത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം 4:51 വരെ
ചിത്തിര നക്ഷത്രമാണ്. അപ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ, നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നത്, കാര്യവിജയമൊക്കെ ഉണ്ടാകുന്നത്, ജീവിതാഭിവൃദ്ധി ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്രകാരം ഈ വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം 4:51 വരെ തിരുവോണം, അവിട്ടം, മകയിരം, പൂരം, തിരുവാതിര, ആയില്യം, അത്തം ഇത്രയും നാളുകാർക്ക് നല്ല ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ധനനേട്ടവും കാര്യവിജയവും അതുപോലെ തന്നെ ജീവിതാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കഴിവതും വീഡിയോ കാണുവാൻ ഒരു താല്പര്യം കാണിക്കുക. അത് വലിയൊരു സഹകരണം തന്നെയായിരിക്കും എന്നുള്ളതും ഞാൻ ഈ സമയത്ത് പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ തിരുവോണം, അവിട്ടം, മകയിരം, പൂരം, തിരുവാതിര, ആയില്യം, അത്തം എന്നീ നാളുകാർക്കാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഇനി വെള്ളിയാഴ്ച ദിവസം ചിത്ര നക്ഷത്രത്തിൻ്റെ പ്രതികൂലമായ സ്വാധീനം കൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. പൂയം, മകം, ഉത്രം, പൂരാടം, അശ്വതി, മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം 4:51 വരെ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ളത്? പൂയം, മകം, ഉത്രം, പൂരാടം, അശ്വതി, മീനക്കുറിൽപ്പെട്ട പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. വെള്ളിയാഴ്ച രാവിലെ 6:12 മുതൽ 7:42 വരെയുള്ള സമയം ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ ചെയ്യാനുള്ള ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിട്ടുണ്ട്. പിന്നീട് 9:12 മുതൽ 10:42 വരെ, 9:12 മുതൽ 10:42 വരെയുള്ള സമയം ശുഭസമയമായി ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു. പിന്നീട് 11:36 മുതൽ ഉച്ചകഴിഞ്ഞ് 1:42 വരെയുള്ള സമയം ശുഭസമയമായിട്ട് വേർതിരിച്ച് തന്നിട്ടുണ്ട്. വീണ്ടും ഉച്ചകഴിഞ്ഞ് 3:12 മുതൽ 5:12 വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുക. അപ്പോൾ ജീവിത വിജയം നേടുവാൻ വേണ്ടിയാണ് ജ്യോതിഷം ഇങ്ങനെ ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട നല്ല ശുഭസമയം നോക്കി എല്ലാവർക്കും പറഞ്ഞു തരുന്നത്. അത് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 4 ഏതൊരു മാസത്തെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ മഞ്ഞ, നീല, ഇളനീല നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ ഉത്തമമാണെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. ഇനി ഈ പേരിൽ DMT ഇല്ലെങ്കിൽ പോലും മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ പ്രതികൂലങ്ങളൊന്നും വന്നു ചേരത്തില്ല. സാമാന്യം നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും. എന്നാൽ പേരിൽ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നുണ്ട്. സംഖ്യാജ്യോതിഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുക, എല്ലാവരും കാണുക, എല്ലാവരും സഹകരിക്കുക. അപ്പോൾ ഇനി ഈ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം അല്ലെങ്കിൽ അവസാനത്തെ വിഷയം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വെള്ളിയാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ധനപരമായിട്ടുള്ള നേട്ടം ഈ ചിത്ര നക്ഷത്രപ്രകാരം, അതായത് തുലാക്കുറിൽപ്പെട്ട ചിത്ര നക്ഷത്രമാണല്ലോ വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ തുലാക്കുറിൽപ്പെട്ട ചിത്ര നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. അത്തം, മകയിരം, പൂയം, പൂരം, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, ചിത്തിര. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ധനപരമായ ധനവിഷയം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. കൊടുത്തുവാങ്ങലിനൊക്കെ അനുകൂലമായ ദിവസമാണ്. അപ്പോൾ ധനം കൈകാര്യം ചെയ്താൽ ഈ നാളുകാർ ഈ ദിവസം ധനം കൈകാര്യം ചെയ്ത് ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകത്തില്ല. അവർക്ക് മെച്ചപ്പെട്ട അനുഭവങ്ങൾ തന്നെ ലഭിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിയപ്പെട്ടവരായിട്ട് ഞാൻ പങ്കുവച്ചു. ഇത് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.